കാൽവരി വീടുകളിൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 49 സങ്കീർത്തനം 9 വാക്യം. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില ലോകത്തിലെ ഒരു സമ്പത്തിനും തുല്യമല്ല. സങ്കീർത്തകൻ പറയുന്നു, പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. അതുകൊണ്ട് മനുഷ്യന് തൻ്റെ ആത്മാവിനെ സ്വയം രക്ഷിക്കുവാൻ കഴിയുകയില്ല. മനുഷ്യൻ്റെ ആത്മാവ് അതുല്യമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ലോകത്തിലെ എല്ലാം നശിച്ചു പോകുന്നതാണ്, എന്നാൽ ആത്മാവ് നിത്യമാണ്. മനുഷ്യൻ ശരീരത്തെ സംരക്ഷിക്കുവാൻ വളരെ ശ്രദ്ധിക്കുന്നു, എന്നാൽ പലപ്പോഴും ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. ഒരു ദിവസം ശരീരം മണ്ണിലേക്ക് മടങ്ങും, പക്ഷേ ആത്മാവ് ദൈവസന്നിധിയിലേക്കാണ് മടങ്ങിയെത്തുന്നത്. മനുഷ്യന് തൻ്റെ ആത്മാവിനെ സ്വയം വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല. നമുക്ക് വേണമെങ്കിൽ നല്ല പ്രവൃത്തികൾ ചെയ്യാം, ദാനധർമ്മങ്ങൾ ചെയ്യാം, മതചടങ്ങുകൾ ചെയ്യാം, എന്നാൽ അവയെക്കൊണ്ടൊന്നും ആത്മാവിനെ വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല. കാരണം മനുഷ്യൻ പാപത്തിൻ്റെ കീഴിലാണ്. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. അതിനാൽ മനുഷ്യന് രക്ഷ ആവശ്യമാണ്. മനുഷ്യന് സ്വയം രക്ഷ നേടുവാൻ കഴിയാത്തതിനാൽ ദൈവം ഒരു വഴി ഒരുക്കി. ദൈവം എന്നെയും നിന്നെയും സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മെ രക്ഷിപ്പാൻ ദൈവം ഒരു വീണ്ടെടുപ്പ് ഒരുക്കുകയുണ്ടായി. നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ ദൈവം വലിയ വില നൽകേണ്ടി വന്നു. തൻ്റെ പുത്രനെ തന്നെയാണ് ദൈവം മറുവിലയായി നൽകിയത്. ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ലഭിച്ച രക്ഷ നഷ്ടമാക്കാതെ ദിനപ്രതി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ നമ്മുടെ ജീവിതത്തെ നമുക്ക് രൂപപ്പെടുത്താം. പ്രാർത്ഥിക്കാം. കർത്താവേ, സൗജന്യമായി ലഭിച്ച രക്ഷ നഷ്ടമാക്കി കളയാതെ ജീവിപ്പാനുള്ള കൃപ ഈ നാളുകൾ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.